പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ദുൽഹിജ്ജ മാസം ഇതാ നമ്മുടെ അയലത്ത് വന്ന് നിൽക്കുകയാണ്. ദുൽഹിജ്ജ മാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം ഏതാ? പരിശുദ്ധമായ പെരുന്നാൾ ദിവസമാണ്. ആ പെരുന്നാൾ ദിവസത്തിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ ഏറ്റവും പുണ്യമായ കർമ്മം ഏതാണെന്നറിയോ? പലർക്കും അറിയില്ല ഏറ്റവും മഹത്വമുള്ള കർമ്മം ഏതാണ്. ആ ഒരു അമല്, ഇബാദത്ത് ഒരുപാട് പ്രയാസമൊന്നുമില്ല, മനസ്സ് വെച്ചാൽ നമുക്ക് എളുപ്പം സാധിക്കും. അത് ചെയ്താൽ മിൻ ശരി ദുനിയാവൽ ആഖിറ തുഞ്ചി സ്വാഹിബഹ, അത് ചെയ്യുന്ന ആൾക്ക് ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും സകല ഷർറുകളിൽ നിന്നും സലാമത്തുണ്ടാവും. മാറാത്ത രോഗങ്ങൾ മാറും, പ്രശ്നങ്ങളൊക്കെ മാറും, റാഹത്തായിട്ട് ജീവിക്കുക ഈ ലോകത്തും പരലോകത്തും. എന്തിന്? ഖബറിൽ നിന്ന് കണ്ണ് തുറക്കുന്നത് മുതൽ പെരുന്നാളാണ്. പിന്നെ ഒരു വിഷമം ഉണ്ടാകില്ല, രക്ഷപ്പെടാൻ അത് മതിയാകും. ആ പുണ്യകർമ്മം ഏതാ, എങ്ങനെയാണ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ചെയ്യേണ്ടത്, ആരാ ചെയ്യേണ്ടത്, ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഒരു ലോക ആഫിയത്തും ബറക്കത്തും നമുക്കും നമ്മുടെ വേണ്ടപ്പെട്ട എല്ലാവർക്കും, പ്രത്യേകിച്ച് അൻവാർ എഫ്എസിൻ്റെ കുടുംബം, കമൻറ്റിൽ സന്തോഷം പറയുന്ന, ദുആ ചെയ്യാൻ പറയുന്ന എല്ലാവർക്കും അല്ലാഹു നൽകട്ടെ. നമ്മുടെ മരിച്ചവർക്ക് അല്ലാഹു ജന്നത്ത് കൊടുക്കട്ടെ, എല്ലാ മുഅ്മിനീങ്ങൾക്കും മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ദുൽഹിജ്ജ മാസം നമ്മുടെ ചേർന്ന് വന്ന് നിൽക്കുകയാണ്. ദുൽഹിജ്ജ മാസത്തിൽ ഒരു വിശ്വാസി ചെയ്യുന്ന അമലുകളിൽ, പുണ്യകർമ്മങ്ങളിൽ ഏറ്റവും പ്രൗഢമായ, സുന്ദരമായ, മനോഹരമായ കർമ്മമാണ് ഉളുഹിയ്യത്ത് എന്ന് പറയുന്ന കർമ്മം. ഈ ഒരു ടോപ്പിക്ക് പ്രിയപ്പെട്ടവരെ, സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം ഒരു ചർച്ചാ വിഷയമേ അല്ല. ഉളുഹിയ്യത്ത് കർമ്മം അത് സഹോദരന്മാർക്ക്, പുരുഷന്മാർക്ക്, ഇക്കമാർക്ക്, നമ്മുടെ വാപ്പമാർക്ക്, അവർക്കാണ് ബാധ്യതയായി വരുന്നത്. സ്ത്രീകളും ഉളുഹിയ്യത്തുമായി യാതൊരു ബന്ധമില്ല എന്നൊരു അബദ്ധധാരണ ഒരുപാട് പേർക്കുണ്ട്. അത് തിരുത്തപ്പെടണം. അതായത് ഒരു പുരുഷന് എപ്രകാരമാണോ ഒരു മുസ്ലിമായ പുരുഷന് ഈ പരിശുദ്ധമായ ഉളുഹിയ്യത്ത് കർമ്മം ബാധ്യതയായി വരുന്നത്, ഒന്നുകിൽ ഫറള് വാജിബായ ബാധ്യത, അല്ലെങ്കിൽ സുന്നത്തായ ബാധ്യത, ഇത് കയറി വരുന്നത് അപ്രകാരം സെയിം ടു സെയിം സഹോദരിമാർക്കും ഇത് ബാധ്യതയായി വരുന്നുണ്ട്. ഒരേപോലെയാണ്. വീട്ടിൽ ഒരാൾ ഉളുഹിയ്യത്ത് കർമ്മത്തിൽ ബന്ധപ്പെട്ടു, ഇപ്പോൾ വാപ്പ അല്ലെങ്കിൽ ഭർത്താവ്, ആൺമക്കൾ ഉളുഹിയ്യത്ത് കർമ്മം ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തൽക്കാലം എനിക്ക് ആവശ്യമില്ല, ഞാനതിൽ വീട്ടുകാരാണല്ലോ എന്ന് കരുതിയിട്ട് വീട്ടുകാർ ആണ് എന്നുള്ള നിലക്ക് ഉളുഹിയ്യത്തിൻ്റെ അറുത്ത കൂലി ഒരു കാരണവശാലും കിട്ടില്ല. അത് ചെയ്ത ആൾക്ക്, ആ കർമ്മം ചെയ്തവർക്കേ പ്രതിഫലമുള്ളൂ. ഇപ്പോൾ ളുഹറിന് മുമ്പ് സുന്നത്ത് നിസ്കരിക്കുക, ആ ളുഹറിന് മുമ്പ് സുന്നത്ത് നിസ്കരിച്ചവർക്കേ ആ കൂലി ഉണ്ടാകുള്ളൂ. അല്ലാതെ ആ നിസ്കരിച്ച ആളുടെ വീട്ടുകാർക്കൊന്നും കൂലി കിട്ടില്ലല്ലോ എന്ന് പറയുന്നത് പോലെ കൂലി അവിടെ നിൽക്കും. അതുകൊണ്ട് എല്ലാവർക്കും കൃത്യമായ ശ്രേഷ്ഠതയുള്ള അമലായിട്ട് ഉളുഹിയ്യത്ത് വരുന്നുണ്ട്. ഈ ഒരു മസല മനസ്സിലാക്കിയിട്ട് ഒരുപാട് സഹോദരിമാർ ഇക്കൊല്ലം ഉളുഹിയ്യത്തിൽ ചേർന്നിട്ടുണ്ട്, ഷെയർ ചേർന്നവരുണ്ട്, അറുക്കാൻ വേണ്ടി അതിനുള്ള ക്യാഷൊക്കെ റെഡിയാക്കി കൊടുത്തവരൊക്കെ ഉണ്ട്. അപ്പോൾ ഏതായിരുന്നാലും ഇനി ആർക്കെങ്കിലും പ്രിയപ്പെട്ടവരെ ഈ ഉളുഹിയ്യത്ത് കർമ്മത്തിൽ ഭാഗവാക്കാകുന്നതിൻ്റെ മഹത്വം കേൾക്കുമ്പോൾ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ മുന്നിട്ട് വരണം. ഷെയർ ചേർന്നിട്ടാണെങ്കിലും, ഒരുമിച്ച് ഒറ്റയ്ക്ക് പറ്റുമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഷെയറായിട്ട്, അത് വീട്ടുകാരുടെ കൂടെ തന്നെ ചേരാം, ഭർത്താവിൻ്റെ കൂടെ ഷെയർ ചേരാം, മക്കളുടെ കൂടെ ചേരാം, കുടുംബക്കാർ, ഫാമിലിയുടെ കൂടെ ചേരാം. 1 മുതൽ 7 വരെ ആളുകൾക്ക് ചേരാമല്ലോ, അതിനകത്ത് ചേർന്ന് കൊടുക്കാം. അപ്പോൾ ഏതായിരുന്നാലും ഉളുഹിയ്യത്ത് കർമ്മം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പെരുന്നാളിൻ്റെ അന്ന് ചെയ്യുന്ന കർമ്മങ്ങളിൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം, ഫളിലുള്ള കർമ്മം ഉളുഹിയ്യത്ത് കർമ്മമാണ്. നമ്മൾ വിചാരിച്ച് പെരുന്നാൾ നിസ്കാരത്തിന് മാത്രമേ ഫളിലുള്ളൂ, അതങ്ങനെ നിസ്കരിച്ചു പോയാൽ മതി എന്നാ. അല്ല, പെരുന്നാൾ നിസ്കാരത്തിന് ഒരാൾ ക്വാളിഫൈഡ് ആകുന്നത് പോലും ഉളുഹിയ്യത്ത് കർമ്മം ചെയ്യുന്നതിലൂടെ. ചെയ്യാൻ ഉദ്ദേശിച്ചു, അയാൾ റെഡിയാണെങ്കിൽ അയാൾക്കാണ് പെരുന്നാൾ നിസ്കരിക്കാൻ യോഗ്യതയുള്ളൂ എന്ന് പോലും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഹദീസ് കേട്ടോളൂ, ഇമാം അഹ്മദ് തങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, ഇബ്നു മാജ തങ്ങൾ ഈ ഹദീസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഹദീസ് പ്രഗൽഭമായ ഹദീസാണ്. എൻ്റെ ഹദീസിൽ പറയുന്നത്, മൻ വജദ സഅതൻ ഫലം യുളഹി ഫലാ യഖ്റുബന്ന മുസ്വല്ലാന. ഒരാൾക്ക് ഉളുഹിയ്യത്ത് സ്വന്തമായിട്ട് ഇറക്കാൻ, അല്ലെങ്കിൽ ഷെയർ ചേർന്ന് ഉളുഹിയ്യത്ത് കർമ്മത്തിൽ ഭാഗവാക്കാകാനുള്ള കഴിവ് അള്ളാഹു കൊടുത്തിട്ടുണ്ട്. അതായത് പരിശുദ്ധമായ പെരുന്നാളിൻ്റെ അന്ന് അയാളുടെ കുടുംബത്തിൻ്റെ ഭക്ഷണ വസ്ത്രമൊക്കെ അതിനുള്ള ചിലവ് മാറ്റി വെച്ചാൽ അയാളുടെ കയ്യിൽ മിച്ചമുള്ള ക്യാഷ് ഒന്നുകിൽ ഒറ്റക്കറക്കാൻ പറ്റും, അല്ലെങ്കിൽ ഷെയർ ചെയ്യാൻ പറ്റും. രണ്ടാലൊരു കഴിവ് അള്ളാഹു തന്നിട്ടുണ്ട് എങ്കിൽ അവൻ ഉളുഹിയ്യത്ത് അർത്ഥമില്ല. ഉളുഹിയ്യത്ത് പെരുന്നാൾ നിസ്കരിച്ചുകൊണ്ട് പോകുന്നു, ഉളുഹിയ്യത്തിലൊന്നും ബന്ധപ്പെട്ടില്ല, അതിപ്പോൾ ഞാൻ എന്തിനാ, അല്ലെങ്കിൽ ഇക്കൊല്ലം എന്തിനാ, അല്ലെങ്കിൽ പിന്നെ ഇത്ര ഫർളൊന്നും അല്ലല്ലോ എന്ന് കരുതിയിട്ട് അയാൾ മാറി റിവേഴ്സ് നിന്നാൽ തീർച്ചയായിട്ടും ഫലാ യഖ്റുബന്ന മുസ്വല്ലാന, അവർ പെരുന്നാൾ നിസ്കരിക്കുന്ന സ്ഥലത്തേക്ക് വരാൻ പോലും പാടില്ല എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം.
ഈ ഹദീസ് പ്രിയപ്പെട്ടവരെ ലക്ഷ്യം പിടിച്ചുകൊണ്ട് ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു തആല അവിടുത്തെ ഹനഫി മദ്ഹബിൻ്റെ അഭിപ്രായം ലോകത്ത് പ്രസിദ്ധമാണ്. അതായത് ഉലൂഹിയത്ത് വാജിബത്തുൻ, അത് നിർബന്ധമാണ്, അത് ബാധ്യതയാണ്. ചെയ്തില്ലെങ്കിൽ കുറ്റക്കാരാകും. കഴിവുണ്ടായിട്ട് ഒറ്റയ്ക്കോ ഷെയറോ ചെയ്തില്ലെങ്കിൽ കുറ്റക്കാരാകും. നിർബന്ധമാണ്, വാജിബാണെന്നാണ് ഹനഫിയത്ത് അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പക്ഷം അങ്ങനെയാണ്. ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മദ്ഹബ് പ്രകാരം നവവി ഇമാം പറഞ്ഞതുപോലെ തന്നെ അത് സുന്നത്തുൽ മുഅക്കദ, ശക്തമായ സുന്നത്താണ്. പിന്നെ നമസ്കാരത്തെക്കുറിച്ച് പറയില്ലേ, ശക്തമായ സുന്നത്താണ് എന്ന് പറയും പോലെ യോഗ്യമായ സുന്നത്താണ് ഉദ്ഹിയ്യത്ത് കർമ്മം. മാറി നിൽക്കാൻ നിർവാഹമില്ല. ഈ ഹദീസ് അങ്ങനെ പഠിപ്പിക്കുന്നത്. നിസ്കരിക്കാൻ പോലും വരണ്ടെന്ന് പറയുമ്പോൾ ഗൗരവമായില്ലേ? അപ്പോൾ എല്ലാവരും പ്രിയപ്പെട്ടവരെ കഴിവിൻ്റെ പരമാവധി ഒരുങ്ങേണ്ട ഒരു കർമ്മമാണ് ഉദ്ഹിയ്യത്ത് കർമ്മം. വിശാലമായൊരു ക്ലാസ്സിലേക്ക് പോകുന്നില്ല. ഞാൻ ഓടിച്ചതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഭാഗം ഒന്ന് പറഞ്ഞു പോകാം. ഇവിടെ പ്രിയപ്പെട്ടവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം കരങ്ങൾ കൊണ്ട് എത്രയോ ഉരുക്കളെ, എത്രയോ ആടുകളെ ഉദ്ഹിയ്യത്ത് കർമ്മം നടത്തിയിട്ടുണ്ട്. 100ഓളം ഉദ്ഹിയ്യത്ത് കർമ്മം നടത്തിയിട്ടുണ്ട്. അതിൽ 60 സ്വന്തം കരങ്ങൾ കൊണ്ട് ബാക്കി അലിയാർ തങ്ങളെ ഏൽപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് ഉദ്ധരണികളൊക്കെ കാണാം. അപ്പോൾ പുണ്യമായ ഉദ്ഹിയ്യത്ത് കർമ്മം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരിട്ട് ചെയ്തിട്ടുള്ള കർമ്മമാണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും ഇഷ്ടവും അള്ളാഹുവിലേക്ക് ഏറ്റവും ഖുർബ്, അള്ളാഹിലേക്ക് ഏറ്റവും അടുത്ത് കിട്ടുക, അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്തൊരാൾക്ക് വരാൻ ആഗ്രഹം, അള്ളാഹിനോട് അടുക്കണമെങ്കിൽ, അള്ളാഹിൻ്റെ ഇഷ്ടം കിട്ടണമെങ്കിൽ ഈ പരിശുദ്ധമായ കർമ്മം പെരുന്നാളിൻ്റെ അന്ന് ഇതിനേക്കാൾ വലിയൊരു കർമ്മമില്ല. ഇമാം ഹാക്കിം തങ്ങൾ കൊണ്ടുവന്ന ഹദീസിലൊക്കെ കാണാം. അപ്പോൾ ഏതായിരുന്നാലും പ്രിയപ്പെട്ടവരെ കൂലിയും നോക്കാം. ഒന്നാമത്തെ മൗഫിറത്താണ്. പാവങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു നൽകും. അതുമാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു തുള്ളി ഉദ്ഹിയ്യത്ത് മൃഗത്തിൻ്റെ രക്തത്തിൽ നിന്നും ഒരു തുള്ളിക്ക് 10 ഹസനത്താണ് അള്ളാഹു രേഖപ്പെടുത്തുന്നത്. അതേപോലെ തന്നെ 10 സയ്യിഅത്ത് അള്ളാഹു മാച്ചുകൾ, തിന്മ അള്ളാഹു മാച്ചുകൾ. അതേപോലെ തന്നെ 10 ദറജ അള്ളാഹു കൂട്ടിത്തരും ഓരോ തുള്ളി രക്തത്തിനും. അതേപോലെ തന്നെ ഇതിൻ്റെ രോമം, 4-മത്തെ ഇതിൻ്റെ ഓരോ രോമങ്ങൾക്കും അള്ളാഹു ഖസ്റുൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ മനോഹരമായ കൊട്ടാര പാലസ് പകരം നൽകും. അപ്പോൾ എത്ര ഉണ്ടാവും? ഒരു ഉരുവിനറക്കും അതിൻ്റെ രോമങ്ങൾ എത്ര ഉണ്ടാവും? അത്രയും സൗഭാഗ്യം കിട്ടും. ഖിയാമത്ത് നാളിൽ 5-മത്തെ നിർഭയത്വം, അമ്നുണ്ടാവും. ഒരു പേടിയും പേടിക്കണ്ട. കാരണം ഉദ്ഹിയ്യത്ത് കർമ്മം നിർവഹിച്ച് നല്ല നിയ്യത്തോടെ ചെയ്താൽ പിന്നെ അവർക്ക് ഭയപ്പാടില്ല. ഖിയാമത്ത് നാളിൽ അവർക്കൊരു പേടിയും വേണ്ട എന്നാണ്. അതേപോലെ 6-മത്തത് പ്രിയപ്പെട്ടവരെ, ഈ ദുനിയാവിൻ്റെയും ആഖിറത്തിനും സകല ഷെറുകളും അതുകൊണ്ട് തട്ടപ്പെടും. ഒരു പ്രശ്നം ഉണ്ടാകില്ല, എല്ലാ ഷെറുകളും മാറിപ്പോകും. അതിന് വല്ല സൗഭാഗ്യം. അള്ളാഹു ഇത് കാരണമായി രോഗങ്ങൾ, ഇതുവരെ മാറാത്ത രോഗങ്ങൾ മാറും, ഇതുവരെ തീരാത്ത പ്രശ്നങ്ങൾ തീരും, ഇതുവരെ ഒഴിഞ്ഞു പോകാത്ത വിഷമങ്ങളൊക്കെ ഒഴിഞ്ഞു പോകും. സകല ഷെറുകളും മാറിക്കിട്ടിയിട്ട് റാഹത്ത് കിട്ടും. ദുനിയാവിൻ്റെ ആഖിറത്തിനും ഷെറുകൾ. 7-മത്തെ മീസാൻ എന്ന് പറയുന്ന നന്മയുടെ തുലാസിൽ ഈ ഉദ്ഹിയ്യത്തിൻ്റെ, നമ്മൾ അറുക്കുന്ന ഉദ്ഹിയ്യത്ത് മൃഗത്തിന് 70 ഇരട്ടിയായി അള്ളാഹു വെക്കുമെന്നാണ്. ഭയങ്കരമായ മീസാനിൽ ഭാരം തൂങ്ങുന്ന അമലാണ് ഉദ്ഹിയ്യത്ത് കർമ്മം. മാത്രമല്ല അത് ഹിജാബ് മിനന്നാർ 9-മത്തത്. 8-മത്തത് നരകത്തിൽ നിന്ന് ഹിജാബാണ്, ഒരു മറയാണ്, നരകത്തിലേക്ക് പോകേണ്ടി വരില്ല. ഇനി 9-മത്തത് ഖബറിൽ നിന്ന് നമ്മൾ ഉണരുമ്പോൾ തന്നെ വാഹനം റെഡിയാണ്. ഈ വാഹനത്തിലാണ് അല്ലേ വഫ്ദ എന്ന് പറഞ്ഞില്ലേ ഖുർആൻ, വാഹനത്തിൽ കൊണ്ടുപോകാൻ ബഹുമാനിച്ചിട്ട് വാഹനത്തിലാണ് കൊണ്ടുപോകുന്നത്. ആ വാഹനം ഉദ്ഹിയ്യത്തിൻ്റെ വാഹനമാണെന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് ഉദ്ഹിയ്യത്തിനെ നിങ്ങൾ ബഹുമാനിക്കണം, ആദരിക്കണം. അത് ഏറ്റവും സെറ്റപ്പാകണം. അത് അല്ലിമു ലഹായാക്കും ഫഇന്നഹ അലസ്സുറാത്തി മതായാക്കും, സുറാത്തിലൂടെ പോകാനുള്ളതാണ്. അപ്പോൾ സ്വർഗപ്രവേശനം കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഭാഗവാക്കാക്കി തരുന്ന പുണ്യകർമ്മമാണ് ഉദ്ഹിയ്യത്ത്. അപ്പോൾ ഉദ്ഹിയ്യത്ത് കർമ്മത്തിൻ്റെ ബെനിഫിറ്റും മഹത്വം എന്താണെന്ന് മനസ്സിലായി. അത് ചെയ്യാനൊരവസരം ഈ പെരുന്നാളിന് കിട്ടുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സൗഭാഗ്യമാണ്, ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. പരമാവധി നമ്മൾ നോക്കണം. ആർക്കാണ് ഉദ്ഹിയ്യത്ത് ബാധ്യതയായിട്ട് വരുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു, ഒന്നെങ്കിൽ വുജൂബാണ്, നിർബന്ധമാണ്, അല്ലെങ്കിൽ സുന്നത്ത് മുഅക്കദ. രണ്ടാലൊന്നും ഉറപ്പായിട്ടും കയറി വരുന്നുണ്ടല്ലോ. ഈ പുണ്യകർമ്മം പ്രിയപ്പെട്ടവരെ നടത്താൻ ആർക്കാ കഴിയും? ഒന്നെങ്കിൽ സ്വന്തമായിട്ട് ഒരു ഉരുവിനെ വാങ്ങി അറുക്കാൻ അവർക്ക് കഴിയും സ്വന്തമായിട്ട്, അല്ലെങ്കിൽ ഷെയർ ചേർന്ന് ഒരാളെ കൂടെ കൂട്ടുക, 2 ആളെ കൂട്ടുക, 3 ആളെ കൂട്ടുക, 4 ആളെ കൂട്ടുക, 5 ആളെ കൂട്ടുക, 6 ആളെ കൂട്ടുക, 7 വരെ ആളുകൾക്ക് പരസ്പരം ചേരാം. ക്യാഷ് ഡിവൈഡ് ചെയ്തെടുത്തിട്ട് അവർക്ക് ഉദ്ഹിയ്യത്തിൽ പങ്കാളിയാകാം. ഒരു കുഴപ്പമില്ല. അതിന് കഴിയുമെങ്കിൽ അവരുടെ മേൽ ഒന്നുകിൽ സുന്നത്തായ ബാധ്യതയായി വരും, അല്ലെങ്കിൽ അബൂ ഹനീഫ തങ്ങൾ പറഞ്ഞതുപോലെ ഫർളായ
വാജിബായ നിർബന്ധമായ ബാധ്യതയായിട്ട് വരും. അവർക്കാണിത് ബാധ്യമായിട്ട്. അപ്പോൾ അന്നത്തെ പെരുന്നാളിൻ്റെ ദിവസത്തിൽ അവരുടെ ചിലവ് കഴിച്ചിട്ട് ഷെയർ ചേരാനോ സ്വന്തമായിട്ട് ഇറക്കാനോ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഇത് മസ്റ്റാണ്, അവരുടെ മേലാണ് വരുന്നത്. ഇനി കേട്ടോളൂ, ഏത് മൃഗമാണ് വേണ്ടത്? എല്ലാ മൃഗത്തിനെയും പിടിച്ച് ഉദുഹിയത്ത് ഇറക്കാൻ പറ്റില്ല. ആട്, മാട്, ഒട്ടകവർഗത്തിൽപ്പെട്ട ഈ 3 ഇനത്തിൽപ്പെട്ട വർഗ്ഗങ്ങളാണ്. ആടുവർഗം അത് ആണാകാം പെണ്ണാകാം, മാടുവർഗം പോത്താകാം, മൂരിയാകാം, കാളയാകാം, എരുമയാകാം, എന്തുവാകാം, മാടുവർഗത്തിൽപ്പെട്ട അത് ആണുമാകാം പെണ്ണുമാകാം. പിന്നെ ഒട്ടകവർഗം അത് ആണുമാകാം പെണ്ണുമാകാം. പക്ഷേ പുരുഷവർഗത്തിനാണ് ഏറ്റവും പ്രാധാന്യം, ഫളായിൽ കൂടുതൽ ആൺവർഗത്തിൽപ്പെട്ട മൃഗങ്ങൾക്കാണ്. അപ്പോൾ ഈ 3 ഇനത്തിൽപ്പെട്ട മൃഗങ്ങളെയാണ് നമ്മൾ പരിഗണിക്കേണ്ടത്. ഇവിടെ മസ്റ്റായിട്ട് മനസ്സിലാക്കേണ്ടത് അത് നമുക്ക് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയത് ആട് വർഗ്ഗങ്ങളും മാട് വർഗ്ഗങ്ങളാണ്. ഒട്ടകം നമുക്ക് അവൈലബിൾ അല്ല. ഈ 2 ആടായാലും മാട് വർഗ്ഗമായാലും കന്നാലി ആയാലും അതേപോലെ ആട് വർഗ്ഗമായാലും അതിനകത്ത് 2 വയസ്സ് പൂർണ്ണമാകൽ നിർബന്ധമാണ്. 2 വയസ്സെന്ന് പറയുന്നത് നമ്മുടെ കച്ചവടക്കാർ സാധാരണ പറയുന്ന വയസ്സല്ല, 2 കൊല്ലം 2 വർഷം പ്രായമുള്ളതാകണം ആടായാലും മാട് വർഗ്ഗമാണെങ്കിലും. വയസ്സ് നിർബന്ധമായിട്ട് പൂർണ്ണമാകണം. ചെറിയ അതിൻ്റെ താഴെയുള്ള വയസ്സാണെങ്കിൽ ചുമ്മാ അറുത്ത് ദാനം ചെയ്യാമെന്നല്ലാതെ ഉദഹിയത്തിൻ്റെ കൂലി കിട്ടില്ല. ശ്രദ്ധിച്ചു കൊടുക്കണം. വയസ്സ് അറിയാവുന്ന കൃത്യമായിട്ട് മനസ്സിലാക്കണം, ചോദിച്ച് മനസ്സിലാക്കണം. അപ്പോൾ ആ കാര്യം ഒന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിച്ചു കൊടുക്കണം. ഇനി കൂടുതൽ മാംസം കൂടുതലുള്ളതിനെയാണ് കൂടുതൽ പരിഗണന. മാംസം കൂടുതൽ വേണം. ന്യൂനതകൾ പറയാൻ പറ്റാത്ത, പ്രത്യേകിച്ച് മാംസം ചുരുങ്ങിപ്പോകുന്ന ന്യൂനതകൾ, അത് പറയാൻ പറ്റാത്ത, മോശത്തരം പറയാൻ പറ്റാത്ത നല്ല മനോഹരമായ വസ്തുവിന്. കാരണം ഇത് സ്വർഗത്തിലേക്കുള്ള വാഹന, ഏറ്റവും ടോപ്പാണ് നമ്മൾ എടുക്കേണ്ടത്. അതിൽ നമ്മൾ ഒരു പിശുക്കും വേണ്ട. അപ്പം ഇങ്ങനെ റാഹത്തായിട്ട് അങ്ങനെയുള്ള വാഹനങ്ങൾ പരിഗണിക്കണം. എപ്പോഴാ സമയം? പെരുന്നാൾ ദിവസത്തിൻ്റെ, വലിയ പെരുന്നാൾ ദിവസത്തിൻ്റെ ഉദയം കഴിഞ്ഞതിന് ശേഷം 2 റക്അത്ത് പെരുന്നാൾ നിസ്കാരവും 2 ഖുതുബ ഷോർട്ടായിട്ട്, അതിനുള്ള സമയം കഴിഞ്ഞതിന് ശേഷം, അതുകൊണ്ട് കഴിഞ്ഞാൽ പിന്നെ തീർച്ചയായിട്ടും ഈ ഉദ്ഹിയത്തിൻ്റെ സമയം പ്രവേശിച്ചു. അത് അയ്യാമു തശ്രീക്കിൻ്റെ 3ാമത്തെ ദിവസത്തെ അസ്തമയം വരെയുണ്ട്. ദുൽഹിജ്ജ 10-നാണുള്ള പെരുന്നാൾ, 10, 11, 12, 13. ഈ 13ാമത്തെ അയ്യാമു തശ്രീക്കിൻ്റെ 3ാമത്തെ 13ൻ്റെ ദിവസം തീരുന്നത് വരെ അതിന് സമയമുണ്ട്. അതിലും ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട സമയം പെരുന്നാളിൻ്റെ അന്ന് തന്നെയാണ്. പരമാവധി ശ്രദ്ധിച്ചു കൊടുക്കുക. ഇനി ഈ പരിശുദ്ധമായ ഉദ്ഹിയത്ത് കർമ്മത്തിൽ നിർബന്ധമായി വരുന്നത് പരിശുദ്ധമായ 2 കാര്യങ്ങൾ അതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്ന് നീയത്താണ്. നീയത്തില്ലാതെ ഒരു അമലും സ്വീകാര്യമാകില്ല. നീയത്ത് ഓരോരുത്തരും നീയത്ത് വെക്കണം. ഇപ്പോൾ ഒറ്റക്ക് ഇറക്കുമ്പോൾ ഒക്കെയാണ് ഒരാൾ നീയത്ത് വെക്കും. ഷെയർ ചേർന്ന് ഇറക്കുമ്പോൾ ആരെങ്കിലൊക്കെ നീയത്ത് വെക്കും, അവരുടെ നീയത്ത് വെക്കും, ബാക്കിയുള്ളവരോ അങ്ങനെ ചുമ്മാ അങ്ങനെ കരുതിയിട്ടാണല്ലോ എന്ന് കരുതി നീയത്ത് പ്രത്യേകം വെക്കില്ല. തീർച്ചയായിട്ടും നീയത്ത് വെക്കണം. ആ നീയത്ത് വെച്ച് കൃത്യമായിട്ട് അതിനെ അറവ് നടത്തണം. രണ്ടാമത്തത്, ആ നാട്ടിൽ അറവ് നടത്തുന്ന നാട്ടിൽ ഒരു ഫക്കീറിനെങ്കിലും സംഗതി അതിൽ നിന്നുള്ള വിഹിതം കിട്ടിയിരിക്കണം. ആ നാട്ടിൽ ഒരു ഫക്കീറിന്, പാവപ്പെട്ടവനെങ്കിലും കിട്ടിയിരിക്കണം. ഉദ്ഹിയത്ത് കർമ്മം നടത്തി അതും അങ്ങോട്ട് കൂട്ടമായിട്ടൊക്കെ വിതരണം ചെയ്തു. അത്യാവശ്യം ക്യാഷുള്ള ആളുകൾക്കാണ് ഇത് കിട്ടിയത്. ഫക്കീർ എന്ന് പറയാൻ പറ്റുന്ന ദരിദ്ര കുടുംബത്തിലേക്ക് ഒരു ഇച്ചിരി പോലും, ഒരു പീസ് പോലും കിട്ടിയില്ലെങ്കിൽ ആ ഉദ്ഹിയത്താവില്ല. അത് നിർബന്ധമാണ്. അപ്പോൾ നമ്മുടെ വിഹിതത്തിൽ നിന്ന് എടുത്തിട്ടാണെങ്കിലും വേണ്ടില്ല, നമ്മളൊരു പങ്കെടുക്കുക. എന്നിട്ട് നമ്മൾ യോഗ്യരായ ഒരു പാവപ്പെട്ടവന് എത്തിച്ചു കൊടുക്കുക. അപ്പോഴേ നമ്മുടെ ഉദ്ഹിയത്താവുള്ളൂ. ശ്രദ്ധിച്ചു കൊടുക്കുക. ഈ കൂട്ടമായിട്ടൊക്കെ വിതരണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളൊന്ന് ശ്രദ്ധിച്ചു കൊടുക്കണം. അപ്പോൾ ഒരു വിഹിതം കിട്ടിയാൽ മതി. അപ്പോൾ തീർച്ചയായിട്ടും നീയത്ത് മസ്റ്റായിട്ട് ശ്രദ്ധിച്ചു കൊടുക്കണം. നീയത്ത് വെക്കുന്നതിൽ ഇപ്പോൾ ഒരാൾ ഒറ്റക്കാണെങ്കിൽ ഒറ്റക്ക്, കൂട്ടമായിട്ടാണെങ്കിൽ എത്ര പേരാണ്, 7 പേരോ 6 പേരോ 5 പേരോ എത്ര പേരാണ് ഷെയർ ചെയ്തിട്ട് ഓരോരുത്തരും നീയത്ത് വെക്കണം. കാരണം ഓരോരുത്തരുടെയും ഉദ്ഹിയത്താണത്. ഓരോ മൃഗത്തെ പോലെയാണ് അതിൻ്റെ നിയമം. അപ്പോൾ ഓരോരുത്തരും നീയത്ത് ചെയ്യണം. അത് അറുക്കുന്ന സമയത്ത് നീയത്ത് ചെയ്യാം, അതിന് മുൻപായിട്ട് നീയത്ത് ചെയ്യാം. മൃഗമൊക്കെ വാങ്ങിയിട്ടുണ്ട്, നമുക്ക് എപ്പോൾ വേണമെങ്കിലും കണ്ടുകൊണ്ടോ കാണാതെയോ നീയത്ത് ചെയ്യാം. ഈ മൃഗം എൻ്റെ സുന്നത്തായ ഉദ്ഹിയത്താണെന്നുള്ള കരുതൽ നിർബന്ധമായിട്ടും, നാവുകൊണ്ട് പറയൽ സുന്നത്താണ്, മനസ്സിൽ നിർബന്ധമാണ്. നവൈത്തുൽ ഉദ്ഹിയത്തൽ മസ്നൂനത്ത, ഇങ്ങനെയാണ് കരുതേണ്ടത്. നവൈത്തുൽ ഉദ്ഹിയത്തൽ മസ്നൂനത്ത, സുന്നത്തായ എൻ്റെ ഉദ്ഹിയത്താണ് എന്ന് ഞാൻ കരുതിയിരിക്കുന്നു. അല്ലാ, ഇതെൻ്റെ സുന്നത്തായ ഉദ്ഹിയത്താണ് എന്ന് ഞാൻ കരുതി. ആ കരുതൽ വേണം. മസ്നൂനത്ത, സുന്നത്തായത് എന്ന് ഉറപ്പായും കരുതണം. ഇബ്നു ഹജർ ഹൈതമി തങ്ങളൊക്കെ പറയുന്നുണ്ട്, ഫൈനിഖ്തസറ അലാ നഹ്വി തദ്ഹിയത്തി, ഉദ്ഹിയത്ത് ഇതെൻ്റെ ഉദ്ഹിയത്തിൻ്റെ മൃഗമാണ്.
ഇത് ഞാൻ ഉലുഹിയ്യത്ത് അറക്കാൻ വേണ്ടി കരുതിയിരിക്കുന്നു അല്ലാ എന്ന് മാത്രം കരുതിയാൽ, സുന്നത്ത് എന്ന് കരുതാതെ പോയാൽ തീർച്ചയായും സ്വാറത്ത് വാജിബത്തൻ, അത് വാജിബ് നിർബന്ധമായ ഉലുഹിയ്യത്താകും. അതുകൊണ്ടോ എന്താ പ്രശ്നം? യഹ്റുമു അക്ലുഹ, അതിൽ നിന്ന് ഒരല്പം പോലും സ്വന്തം ഭക്ഷിക്കൽ ഹറാമാകും, പാടില്ല. അത് ഫറലായി വാജിബായി പോകും. നിയ്യത്ത് നോക്കുമ്പോൾ എന്ത് വെക്കണം? സുന്നത്തായ ഉലുഹിയ്യത്താണ് റബ്ബേ എന്ന് കരുതണമെന്നാണ്, അത് കരുതണം. അപ്പം നവൈത്തുൽ ഉലുഹിയ്യത്തൽ മസ്നൂനത്ത, അല്ലെങ്കിൽ മലയാളത്തിൽ അല്ലാഹുവേ എൻ്റെ സുന്നത്തായ ഉലുഹിയ്യത്ത് ഞാൻ കരുതിയിരിക്കുന്നു അല്ലാ. ആ ഒരു കരുതൽ മസ്റ്റായിട്ട് നമ്മൾ കൊണ്ടുവരണം എന്നുകൂടെ ശ്രദ്ധിച്ചു കൊടുക്കുക. അപ്പോൾ ഓരോരുത്തരും നിയ്യത്ത് വെക്കണം, ആരും പറഞ്ഞു പ്രത്യേകം വെക്കണം. അതേപോലെ തന്നെ ചില ആളുകൾ ചോദിച്ചു അഖീഖത്തിൻ്റെ, ഇപ്പോൾ മക്കൾക്ക് അഖീഖത്ത് അറുത്തില്ല, അല്ലെങ്കിൽ സ്വന്തമായിട്ട് നമ്മുടെ ചെറുപ്പത്തിൽ അങ്ങനെ കാരണവന്മാർക്ക് ചെയ്തില്ല, അതിന് കഴിവുണ്ടായിരുന്നില്ല, അപ്പോൾ നമുക്ക് അഖീഖത്ത് കൂടെ കരുതാൻ പറ്റുമെന്ന്. ഒരു ഉരുവിനെ വാങ്ങിയാൽ, നമ്മുടെ സ്വന്തമായിട്ട് ഒരു ഉരുവിനെ വാങ്ങിയാൽ അതിനെ 7 വരെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ നിയ്യത്തിൽ 7 നിയ്യത്തുകൾ കയറ്റാം. അതിൽ ഉലുഹിയ്യത്തിൻ്റെ നിയ്യത്ത് കയറ്റാം, അതിൽ അഖീഖത്തിൻ്റെ നിയ്യത്തും കയറ്റാം. എത്ര ഉലുഹിയ്യത്ത് എത്ര അഖീഖത്ത് നമ്മുടെ നിയ്യത്ത് പോലെയാണ്. 7ൽ പുറമേട്ട് പോകാൻ പാടില്ല, മക്കളെയൊക്കെ ഉൾപ്പെടുത്താൻ പറ്റും. ഇനി ഒരു പങ്കേ നമ്മൾ ചേർന്നിട്ടുള്ളൂ, ഒറ്റ ഷെയറേ ചേർന്നിട്ടുള്ളൂ. എന്നിട്ട് നമ്മൾ ഉലുഹിയ്യത്തും അഖീഖത്തും കൂടെ രണ്ടും കൂടെ ആ ഒരു ഷെയറിൽ നിയ്യത്ത് ചെയ്താൽ ആ ഉലുഹിയ്യത്ത് ബാത്തിലാവും. രണ്ടിനെ കൂലി കിട്ടില്ല. ഒരു ഷെയറിൽ 2 ചേർക്കാൻ പറ്റില്ല. 2 നിയ്യത്തുണ്ടെങ്കിൽ ഉലുഹിയ്യത്ത് 2 ഉലുഹിയ്യത്തുണ്ടെങ്കിൽ 2 നിയ്യത്ത് ചെയ്യുക, 2 ഷെയർ ചേരുക. ഒരു ഉലുഹിയ്യത്തും ഒരു അഖീഖത്തുമാണെങ്കിൽ 2 ഷെയർ, ഓരോന്നിനും ഓരോ ഷെയർ വേണം. ഒരു ഷെയറിൽ 2 നിയ്യത്തൂടെ ചേർക്കാൻ പറ്റില്ല. അത് ശ്രദ്ധിച്ചു കൊടുക്കുക. പല ഷെയറാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു മൃഗത്തിലുള്ള പല വിഹിതങ്ങളായി തിരിച്ചാൽ നമുക്ക് എത്രയോ നിയ്യത്തുകൾ 7 വരെ ആകാം എന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി അറുക്കുന്ന, ഇപ്പോൾ കുടുംബനാഥൻ അറുക്കുകയാണ്. അപ്പോൾ സുന്നത്തിൻ്റെ തൊലബ് ആ വീട്ടുകാർക്ക്, അത് ചെയ്തില്ല എന്നുള്ള പ്രശ്നത്തിൽ നിന്ന് അവർക്ക് ഒഴിവാകും. പക്ഷെ കൂലി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഓരോരുത്തരും ചെയ്യണം. അപ്പോൾ വീട്ടുകാരൻ ഉലുഹിയ്യത്ത് അറക്കാണ്, കുടുംബനാഥൻ ഉലുഹിയ്യത്ത് അറക്കുമ്പോൾ ഇതിൻ്റെ കൂലിയിൽ ഞാൻ എൻ്റെ വീട്ടുകാരെ കൂടെ പങ്കാളിയാക്കുന്നു അല്ല, കൂലി അവർക്കൂടെ കൊടുക്കണമെന്ന് നിയ്യത്ത് ചെയ്താൽ അതിൻ്റെ കൂലി അവർക്ക് കിട്ടും. പക്ഷേ അവർ ഉലുഹിയ്യത്ത് അറുത്തു എന്നുള്ള ആ ഒരു ബെനിഫിറ്റ് അവർക്ക് കിട്ടില്ല, കാരണം കൂലി പങ്കാളിയാക്കിയിട്ടുള്ളൂ. അപ്പോൾ ഒന്നുകിൽ എന്ത് ചെയ്യുക? ഓരോരുത്തരും ചേരുക, ഷെയറിൽ പങ്കാളിയാവുക. അല്ലെങ്കിൽ കുടുംബനാഥൻ വാങ്ങിക്കൊണ്ടുവന്ന ഒരു മൃഗം, ആ വീട്ടിൽ 7 താഴെയോ മെമ്പർമാരുണ്ടെങ്കിൽ ഓരോരുത്തർക്കും അതിൻ്റെ 7ൽ ഒരു ഭാഗം, അല്ലെങ്കിൽ 6ൽ ഒരു ഭാഗം, അല്ലെങ്കിൽ 5ൽ ഒരു ഭാഗം, എത്ര വ്യക്തികളുണ്ടോ ആ വ്യക്തികളെ കണക്ക് കൂട്ടിയിട്ട് ആ മൃഗത്തെ ഡിവൈഡ് ചെയ്തിട്ട്, നിയ്യത്തിൽ ഡിവൈഡ് ചെയ്തിട്ട്, ഇതിലൊരു ഭാഗം നിനക്ക് ഞാൻ മിൽക്കാക്കി തന്നു, നിനക്ക് ഞാൻ മിൽക്കാക്കി തന്നു, മറ്റേ ഞാൻ മിൽക്കാക്കി തന്നു എന്നൊക്കെ പറഞ്ഞ് അവർക്ക് ഉടമപ്പെടുത്തി കൊടുത്താൽ, അവർക്ക് പ്രത്യേകം നിയ്യത്ത് ചെയ്താൽ ഓരോ ഭാഗം അവരുടേതായി. അപ്പോൾ അവരെല്ലാം ഉലുഹിയ്യത്ത് പ്രതിഫലം കിട്ടും. അങ്ങനെയും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏതായിരുന്നാലും പ്രിയപ്പെട്ടവരെ, നിയ്യത്ത് വെക്കുന്നതിൽ ഈ കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിച്ചു കൊടുക്കുക. പിന്നെ അറവ് നടത്തുന്ന നാട്ടിൽ ഒരു ദരിദ്ര പാവപ്പെട്ട ഫക്കീറിനെങ്കിലും സംഗതി കിട്ടിയിരിക്കണം. കിട്ടിയത് മുഴുവൻ മുതലാളിമാർക്കാണ്, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് അറുത്തു വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോയി, അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അവിടെ അതിൻ്റെ നന്മകൾ, അതിൻ്റെ കൂലി നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും. അത് പ്രത്യേകിച്ച് ശ്രദ്ധിച്ചു കൊടുക്കുക. ഇനി ബഹുമാനിക്കണം, ആദരിക്കണം, മക്കളെ പോലെ കൈകാര്യം ചെയ്യണം. ഉലുഹിയ്യത്ത് മൃഗത്തെ സ്വന്തം മക്കളെ പോലെ അറുക്കാൻ കൊണ്ടുപോകുമ്പോൾ നെഞ്ചു പൊട്ടണം. അല്ലാഹു എത്ര സ്നേഹിച്ചതാണ്, എത്ര ബഹുമാനിച്ചതാണ്. ആ ഒരു വിഷമം ഉണ്ടാകണം, അതിനെ ആദരിക്കണം. കാരണം അള്ളാഹുവിനെ ആദരിക്കുന്നത് പോലെയാണ്. ഈമാനുള്ളവരൊക്കെ ഉലുഹിയ്യത്തിൻ്റെ മൃഗത്തെ, അത് സാധാരണ ഒരു കന്നാലിയെ പോലെ കാണാൻ പറ്റില്ല. ചുമ്മാ വാലെ പിടിച്ചു വലിച്ച്, കാലെ പിടിച്ചു വലിച്ച്, അങ്ങടെ പേടിപ്പിച്ച് വടിയെടുത്ത്, അങ്ങനെയൊന്നും പാടില്ല. അതൊക്കെ ശ്രദ്ധിച്ചു കൊടുക്കണം. ആദരവോടെ ബഹുമാനം. നമ്മുടെ മക്കളോട് എങ്ങനെയാണ്? അവരെ കളിയാക്കാനോ 4 ആൾ നിൽക്കുമ്പോൾ ചിരിക്കാനോ ആക്ഷേപിക്കാനോ നിൽക്കില്ല. ചുമ്മാ പുറത്തിട്ടടിക്കാനൊക്കെ നിൽക്കുമ്പോൾ ഇല്ല. അങ്ങനെയൊന്നും ഒരു അനാദരവും കാണിക്കാൻ പാടില്ല. അങ്ങനെ അനാദരവ് കാണിക്കുന്ന ശൈലിയാണെങ്കിൽ പടച്ചോനെ വിചാരിച്ച് കാക്കായും താത്തായും വാങ്ങിയില്ലെങ്കിൽ സുന്നത്ത് ചെയ്തില്ല എന്നല്ലേ ഉള്ളൂ. അനാദരവ് കാണിച്ച പ്രശ്നമാണ്. അത് അത്യാവശ്യം ആദരവോടുകൂടെ തന്നെ, റെസ്പെക്റ്റോടുകൂടെ തന്നെ പെരുമാറണം. കാരണം ഒമയ്യും ഷായിറല്ല, അള്ളാഹുവിൻ്റെ ഷെയറാണത്, അള്ളാഹിൻ്റെ ചിഹ്നമാണ്, അടയാളമാണ്. അതിനെ ബഹുമാനിക്കണമെന്ന പരിശുദ്ധ ഖുർആൻ. അത് ഈമാൻ വേണം. അപ്പോൾ ചുമ്മാ കന്നാലിനോട് കാണുന്ന പെരുമാറ്റം വേണ്ട. ഇനി ഇത് ഉദ്ദേശിക്കുന്ന ആളുകൾ ഉലുഹിയ്യത്തിന് നിയ്യത്ത് ചെയ്തതിൽ ഭാഗവാക്കായി ഒറ്റക്കോ കൂട്ടമായിട്ടോ ഷെയറായിട്ടോ ഭാഗവാക്കായവർ ദുൽഹിജ്ജ 1 മുതൽ ദുൽഹിജ്ജ 10 അറവ് നടത്തുന്നവരെ നഖം മുടി നീക്കാതിരിക്കുക പ്രത്യേകം സുന്നത്താണ്. അപ്പോൾ അത് തുടങ്ങുന്നതിന് മുമ്പേ അതൊക്കെ ഒന്ന് റെഡിയാക്കി സെറ്റപ്പാക്കി മുടിയൊക്കെ വെട്ടി നിൽക്കുക. അവന് ഇടക്ക് കളയേണ്ടി വരില്ല. പിന്നെ അറവ് നടത്തിയതിന് ശേഷം മുടി നഖങ്ങളൊക്കെ നീക്കിക്കളയാം. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കൽ സുന്നത്താണ്. ഇനി ഉലുഹിയ്യത്തിന് യോഗ്യമായ മൃഗം, അത് വയസ്സാകണമെന്നില്ല, അറുക്കാൻ കൊണ്ടെന്നാകണമെന്നില്ല, അത് കാക്കാടെ ആകണമെന്നില്ല, താത്താടെ ആകണമെന്നില്ല, ഏത് ആളുടെ ആകാം.
ഉളുഹിയ്യത്തിൻ്റെ ആടുമാട് ഒട്ടകവർഗത്തിൽപ്പെട്ട ഏത് മൃഗത്തിൻ്റെ വോയിസോ അല്ലെങ്കിൽ ആ മൃഗത്തിനെ കാണുകയോ, ഒന്നിൽ കാണുക അല്ലെങ്കിൽ ശബ്ദം കേൾക്കുക, എന്താണെങ്കിലും ഒരു തക്ബീർ സുന്നത്താണ്. ദുൽഹിജ്ജ 1 മുതൽ 1-ന്റെ രാവ് മുതൽ തുടങ്ങും 10 ദിവസത്തേക്ക്. അല്ലാഹു അക്ബർ ഒറ്റ തവണ മതി, ഒറ്റ തവണ അല്ലാഹു അക്ബർ, അത് പ്രത്യേകം സുന്നത്താണ്. പാപങ്ങൾ പൊറുക്കും. അപ്പോൾ ശ്രദ്ധിച്ചു കൊടുക്കുക. ഇത് തീർച്ചയായിട്ടും സഹോദരിമാർക്ക് സഹോദരന്മാർക്കും ആണിനും പെണ്ണിനൊക്കെ പ്രത്യേകം എല്ലാവർക്കും ബാധ്യതയായി വരുന്ന വളരെ പ്രധാനപ്പെട്ട കർമ്മമാണ്. കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും തുഞ്ചി സാഹിബഹ മിൻ ശരി ദുനിയ വൽ ആഖിറ, ദുനിയാവിനെയും ആഖിറത്തിനെയും സകല ഷർറിനെയും മാറ്റിക്കളയണം. ഒരിക്കലും മാറൂല എന്ന് പറഞ്ഞ രോഗം മാറണം, ഒരിക്കലും തീരാത്ത കടം തീരണം. ഒന്ന് ബന്ധപ്പെട്ട് നോക്കി, അള്ളാൻ്റെ വജ്ഹിന് വേണ്ടി നമ്മൾ ബലിയെടുത്ത് നോക്കി. അൽഹംദുലില്ലാഹ്, അതിനെ മറികടക്കാൻ ഒരു പെരുന്നാളിന് വേറൊരു അമലില്ല എന്ന് പരിശുദ്ധ റസൂൽ. അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാകും ആ കർമ്മം. സ്വന്തം മോനെ ഇറക്കം കൊണ്ടതിന് സമാനമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സ്വന്തം മോനെ. ഇത് നമ്മൾ പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ഫോൺ കംപ്ലൈൻറ്റ് വന്നാൽ, ഇന്ന് കംപ്ലൈൻറ്റ് വന്നാൽ പൈസ നോക്കും, നമ്മൾ ഇന്ന് തന്നെ സംഗതി വാങ്ങും. അതുകൊണ്ട് നിർബന്ധമായിട്ടും നിസ്സാര പൈസ കൊണ്ട്, സാധാരണ നമ്മൾ ചിലവഴിക്കുന്ന നിസ്സാര പൈസ കൊണ്ട് നമുക്ക് കാര്യം ചെയ്യാൻ പറ്റുന്ന കർമ്മമാണ്. ഞാനത് ചെയ്തില്ല, ഒരു മുസ്ലിമായിട്ട് ഞാനതിൽ നിന്ന് മാറി നിൽക്കുകയാണ്, ഇക്കൊല്ലമില്ല എന്ന് പറയൽ വളരെ മോശമാണ്. ഒരുപാട് നന്മ നഷ്ടപ്പെടും. അതുകൊണ്ട് കഴിയുമെങ്കിൽ അള്ളാഹു ഒറ്റയ്ക്കോ ചേർന്നോ കഴിയുമെങ്കിൽ ഒന്ന് ചേർന്ന് കൊടുക്കണം അള്ളാഹിൻ്റെ പൊരുത്തത്തിന് വേണ്ടി. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വആഖിറു കലാമി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാഷാ അല്ലാഹ് കുല്ലു നിഅമതിൻ മിനല്ലാഹ് മാഷാ അല്ലാഹ് അൽ ഖൈറു കുല്ലുഹു ബിയദില്ലാഹ് മാഷാ അല്ലാഹ് ലാ യസ്രിഫു السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله.